ഹലോ കൂട്ടുകാരെ, ഈ പുഴയും കടന്നെന്ന സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹം മുടങ്ങുകയാണ്. അങ്ങനെ രാഗിണി ആകെ നില വിട്ട് പെരുമാറുന്നതും രാഗിണിയുടെ ദുഃഖം ജയപാലനെ രാഗിണി ചോദ്യം ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. നിങ്ങൾ അതിനു മുൻപ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ നിവിനോട് പറയുകയാണ് ജയപാലൻ, നീ പോയിട്ട് വിവാഹം കഴിക്ക്, അവളേനെ വിവാഹം കഴിക്ക്, ഇവിടുന്ന് നീ എൻ്റെ മോളെ വിവാഹം കഴിക്കാതെ ഒരിക്കലും നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിവിൻ്റെ അടുത്ത് ജയപാല ആജ്ഞാപിക്കുകയാണ്. ഇതേ സമയം രാഗിണി നില തെറ്റിയിട്ട് രാഗിണി നിവിൻ്റെ കോളറിന് പോയി പിടിച്ചിട്ട്, നീ എന്നെ കല്യാണം കഴിക്കില്ലേ, നീ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ രാഗിണിയും ആകെ ചോദ്യം ചെയ്യാണ്. അപ്പോൾ ഇത് കണ്ട് ദേഷ്യം പിടിച്ച് നിന്ന് രാജേശ്വരി പോയിട്ട് രാഗിണിയെ മാറ്റി നിർത്തിയിട്ട് രാഗിണിയുടെ കവളത്തിൽ അടി കൊടുക്കും. എന്നിട്ട് പറയും, കുറേ നേരമായി ഞാൻ നിന്നെ സഹിക്കുന്നു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ, ഇത്രയും കാലം ഞാൻ എൻ്റെ മോനെ ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിനാണ് നിർബന്ധിച്ചത്, ഇനിയും അങ്ങനെ നിർബന്ധിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന് പറയുകയാണ്. അപ്പോൾ ജയപാലൻ ചോദിക്കും, രാജി നീ എന്താണ് ഈ പറയുന്നത്, ഈ വിവാഹത്തിന് നിങ്ങളെന്തെങ്ങനെ പെരുമാറുന്നത്, ഞാനും എനിക്ക് ഇതിന് മറുപടി പറയാൻ അറിയാണ്ടല്ല, എങ്ങനെയെങ്കിലും വിവാഹം ഒന്ന് നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുകയെന്ന് ജയപാലൻ പറയുകയാണ്. അപ്പോൾ രാജി പറയും, വിവാഹം നടക്കാനോ, ഒരിക്കലുമില്ല, ഞങ്ങളിതിന്ന് പിന്മാറുകയാണ്, എൻ്റെ മകനെ ഇനിയും വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് രാജിയുടെ മകൻ്റെ കൈയും പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ അവർ വീട്ടിലോട്ട് എത്തുകയാണ്. അപ്പോൾ വീട്ടിലോട്ടെത്തുമ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് വാതിലൊക്കെ തുറന്ന് രാജിയും സത്യവാനും അകത്തോട്ട് കയറിപ്പോവും. അങ്ങനെ നിവിൻ ആകെ ഒരു ശങ്കിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നിവിൻ വീട്ടിൻ്റെ അകത്തോട്ട് കയറും. വീട്ടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ രാജിയും സത്യവാനും റൂമിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ നിവിൻ വന്നിട്ട് പറയും, അമ്മേ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറയും. അമ്മ വിഷമിക്കരുത് എന്ന് പറഞ്ഞ് നിവിൻ രാജശ്രീനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ രാജശ്രീ പറയും, എന്തായാലും ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ, നിനക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ, നീ ഇത് മുടങ്ങാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണല്ലോ കല്യാണ മണ്ഡപത്തിലോട്ട് കയറിയത്, ഇപ്പോൾ നിനക്ക് മുടങ്ങിയപ്പോൾ ആശ്വാസമായില്ലേ എന്ന് ചോദിക്കുകയാണ് രാജി. അപ്പോൾ നിവിൻ പറയും, അമ്മ എന്തിനാണ് അങ്ങനെ പറയുന്നത്, അയാൾ ജയപാലനങ്കിൾ അങ്ങനെ കാണിച്ചതൊക്കെ ഞാൻ കാരണമാണോ, അല്ലല്ലോ, അത് അങ്ങനെ കാണിച്ചത് കൊണ്ടാണല്ലോ വിവാഹം മുടങ്ങിയത് എന്ന്. അപ്പോൾ രാജി പറയും, നീ അങ്ങനെ നല്ല പിള്ള ചമയേണ്ട, നിനക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഈ വിവാഹത്തിന്, അതുകൊണ്ട് തന്നെയാണ് ഇത് ദൈവമായിട്ട് ഇങ്ങനെ മുടക്കിയത്, നീ ഇങ്ങനെ അഭിനയിച്ച് കൊളാക്കണ്ട എന്ന് പറഞ്ഞ് നിവിനെ വഴക്ക് പറയുകയാണ് രാജി. അപ്പോൾ സത്യവാൻ പറയും, മതി രാജിനെ അവനെ വഴക്ക് പറഞ്ഞത്, നീ ആ റൂമിൽ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് സത്യവാൻ രാജിയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് കയറുകയാണ്. റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളൊരു പയ്യനുണ്ടല്ലോ, ആ പയ്യൻ വന്നിട്ട് പറയും, നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നോ നിവിനെ, മിണ്ടാതെ ഇരുന്നാൽ പോരായിരുന്നില്ല, നീ ഇത് ചോദിച്ചു വാങ്ങിയതല്ലേ. അപ്പോൾ നിവിനെ ആകെ ഒരു ലഭ്യനായിട്ട് നിൽക്കുകയാണ്. പിന്നെ നിവിൻ ഇങ്ങനെ കാവേരിയെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ കാവേരിയും വീട്ടുകാരും തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും യമുന അങ്ങനെ ആലോചിക്കുകയാണ്, അതായത് നിവിൻ കെയർ ചെയ്തതും സ്നേഹിച്ചതൊക്കെ. അപ്പോൾ അപ്പോൾ നമ്മുടെ ശാരദ പറയുന്നുണ്ട്, എന്തായാലും അവൻ തോറ്റല്ലോ, അവനൊന്ന് മുട്ടുമടക്കിയല്ലോ, എന്തായാലും ഇനി അവൻ്റെ ആൾക്കാരൊക്കെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവനോട് ചോദിക്കും, അവൻ നാണം കെട്ടല്ലോ, നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അവനോട് ചോദിക്കും, കൂട്ടുകാരനെ കൊന്ന് അവൻ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിച്ചത് ആകെ നാട് മൊത്തം നാറിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചു പോയിരിക്കും. ഇനി ഇതേ സമയം കല്യാണ മണ്ഡപത്തിൽ രാഗിണി ആകെ നില തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. രാഗിണിക്ക് ക്രോധം അടക്കാൻ പറ്റുന്നില്ല. രാഗിണി ആ മണ്ഡപത്തിൽ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന പൂവും വിളക്കുമെല്ലാം വലിച്ചെറിയുകയാണ്. അപ്പോൾ ജയപാലനെ ചെന്ന് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജയപാലനെ തടയാനൊന്നും അവൾ സമ്മതിക്കുന്നില്ല. അവൾ എല്ലാം വലിച്ചെറിഞ്ഞ് തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അമ്മയും ആങ്ങളെയും ചെന്നിട്ട് പറയും, മോളെ നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അവളെ തടയാൻ ശ്രമിക്കുകയാണ്. അവളുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ജയപാലനും ഭാര്യയ്ക്കും ആങ്ങളയ്ക്കൊക്കെ നല്ല ഭയം തോന്നുന്നുണ്ട്. അവൾ അത്രയും വയലൻ്റാണ്. അവൾ പറയുന്നുണ്ട് ജയപാലൻ്റെ അടുത്ത്, നിങ്ങളെൻ്റെ ജീവിതം തകർന്നു പോകുന്നത് കണ്ടില്ലേ, എല്ലാ പ്രാവശ്യവും നിങ്ങളെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാനത് വിശ്വസിച്ചത്, ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ ജീവിതം തകർന്നത്, എനിക്ക് നിവിനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടില്ലേ എന്ന് പറഞ്ഞ് ജയപാലനോട് രാഗിണി ചോദിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും വീട്ടിലെത്തിക്കഴിഞ്ഞ് ജയപാലൻ്റെ ബന്ധുക്കളെല്ലാവർക്കും ജയപാലന് ചുറ്റും നിന്ന് ചോദ്യം ചെയ്യാണ്. എന്നിട്ട് പറയുകയാണ്, ജയപാലൻ നിൻ്റെ പെങ്ങളല്ലേ രാജിയെ പോയിട്ട് കൺവിൻസ് ചെയ്തിട്ട്
എങ്ങനെയെങ്കിലും ആ പയ്യനെ തിരിച്ചു കൊടുന്ന് വിവാഹം നടത്താൻ നോക്ക്, ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം വളരെ കഷ്ടമായി പോകുമെന്ന് പറഞ്ഞ് ബന്ധുക്കളെല്ലാവരും നിർബന്ധിക്കുകയാണ്. അപ്പോൾ അതേസമയം ഒരു ബന്ധു പറയുന്നുണ്ട്, അവന് ഈ കല്യാണത്തിന് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ആ കല്യാണം മുടക്കാൻ വന്ന പോലീസുകാരി അവൻ്റെ ഫ്രണ്ടാണ്, അവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതാണെന്നും അവളെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നത് അവനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവന് താല്പര്യമില്ല എന്ന് തന്നെയല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ബന്ധുക്കൾ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവസാനം ജയപാലൻ ദേഷ്യം പിടിച്ചിട്ട് ജയപാലൻ ആ ബന്ധുക്കളെല്ലാം ആട്ടിയിറക്കുകയാണ്. അപ്പോൾ ജയപാലൻ ബന്ധുക്കളെയൊക്കെ ആട്ടിയിറക്കുമ്പോൾ നമ്മുടെ രാജിയല്ല ജയപാലൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്ത് ജയപാലട്ടെ കാണിക്കുന്നത്, വീട്ടിലുള്ള വന്നുള്ള ആൾക്കാരെ കാട്ടിയിറക്കുകയാണോ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാവുമോ എന്നൊക്കെ ചോദിച്ച് ജയപാലൻ്റെ ഭാര്യ ചോദ്യം ചെയ്യുമ്പോൾ ജയപാലൻ്റെ ഭാര്യേനെ ജയപാലൻ വന്ന് അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഇതിലൊന്നും ഇടപെടണ്ട, എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞ് ജയപാലൻ ഭാര്യേനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ വന്നിട്ട് കൈ പിടിക്കുന്നത് രാഗിണിയാണ്. എന്നിട്ട് രാഗിണി പറയും, നിങ്ങൾ എന്തിനാണ് എൻ്റെ അമ്മ അടിക്കുന്നത്, എൻ്റെ അമ്മയെ അടിക്കാൻ ഒരു അർഹതയും നിങ്ങൾക്കില്ല, നിങ്ങൾ പറയുന്നതെല്ലാം അതുപോലെ അനുസരിച്ച് ഈ വീട്ടിലെ ജോലികൾ ചെയ്തിട്ടും എല്ലാം ചെയ്യുന്ന നിങ്ങൾ എല്ലാം ചെയ്യുന്ന എൻ്റെ അമ്മേനെ നിങ്ങൾ ഇനി അടിക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രാഗിണി ജയപാലൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ഏറ്റവും വിശ്വസിച്ചത് നിങ്ങളെയാണ്. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ ചോദിക്കും, ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? എല്ലാവരും പല വ്യക്തികളെയും പറയുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എന്നാണ് പറയാറ്. കാരണം എൻ്റെ അച്ഛനെ എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഇപ്പോൾ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളായിട്ട് സ്വർണ്ണം എടുക്കാനും ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി. അപ്പോൾ നിവിൻ ഒന്നിനും വന്നില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചില്ലല്ലോ നിവിൻ എന്താണ് വരാത്തതെന്ന്. അപ്പം അച്ഛൻ പറയാം, അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ആ വാക്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എത്രയും വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ജീവിതം ആ കല്യാണ മണ്ഡപത്തിൽ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ജയപാലനെ ചോദ്യം ചെയ്യുകയാണ് രാഗിണി. ഇപ്പോൾ കണ്ടില്ലേ ആ കാവേരി, ഇനി നിവിൻ ഇപ്പോൾ ഫ്രീ ആയി, ഇനി ആ കാവേരി വിവാഹം കഴിച്ച് നിവിൻ സന്തോഷമായിട്ട് ജീവിക്കും. ഞാൻ മാത്രം ഇങ്ങനെ എല്ലാവരുടെയും കുത്തുവാക്കുകളും പരിഹാസങ്ങളും കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കണം, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് രാഗിണി കരയുകയാണ്. അപ്പോൾ ജയപാലൻ പറയും, അതിന് മോളെ കാവേരി ഇവിടെ നാട് വിട്ടു പോയില്ലേ. അപ്പോൾ രാഗിണി പറയുകയാണ്, അവരിവിടെ നാട് വിട്ട് പോയാൽ എന്താ, അവർക്കിപ്പോൾ എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഇനി അവർ സന്തോഷമായിട്ട് ജീവിക്കും. എനിക്കിത് കാണാൻ വയ്യ. ഞാൻ എൻ്റെ അച്ഛനെയാണ് എല്ലാം ഏറ്റവും വിശ്വസിച്ചത്, അച്ഛൻ കാരണം തന്നെ ഇപ്പോൾ ഇതാ എൻ്റെ ജീവിതം നശിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് രാഗിണി ഓരോന്ന് എണ്ണി പറഞ്ഞ് കരയുകയാണ്. അവൾ പറയും, എനിക്ക് അത്രയും വിശ്വാസം ഉണ്ടായിരുന്ന ഒരാളാണ് നിങ്ങളിപ്പോൾ, നിങ്ങളെന്നെ ചതിച്ചു, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം പോയത് എന്ന് പറയുകയാണ്. അപ്പോൾ ജയപാലന് അതിനൊന്നും മറുപടി പറയാനില്ല. അപ്പോൾ ജയപാലനും ഭാര്യയൊക്കെ അത് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിക്കുകയാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി നാളത്തെ എപ്പിസോഡിൽ നരേൻ്റെ വീട്ടിൽ ഔട്ട് ഹൗസിലേക്ക് താമസിക്കാനാണ് നമ്മുടെ കാവേരിയും കുടുംബവും ഒക്കെ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ജയപാലൻ നരേനെ വിളിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ വീട്ടിൽ താമസിക്കാൻ, ഔട്ട് ഹൗസിൽ താമസിക്കാൻ വന്നുള്ള പെൺകുട്ടികളെയൊക്കെ നീ അവിടെ നിന്ന് ഒഴിവാക്കിയേക്ക്, ഇല്ലെങ്കിൽ നീ അതിൻ്റെ വരുംവരായ്മകൾ നീ അനുഭവിക്കുമെന്ന് പറഞ്ഞ ജയപാലൻ നരേനെ വാൺ ചെയ്യാണ്. അങ്ങനെ നരേനെ വാൺ ചെയ്യുമ്പോൾ നരേൻ അതൊന്നും ചെവി കൊള്ളുന്നില്ല. പിന്നെ നരേൻ്റെ മുത്തശ്ശിയും ശാരദയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നരേൻ്റെ കാര്യം പറയുകയാണ്, അവൻ്റെ വിവാഹം നടക്കാത്തതാണ് ഇപ്പം ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുന്നത്. പിന്നെ നരേനും കാവേരിയും തമ്മിൽ പരസ്പരം കാണുന്നില്ല, എന്നാലും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാഴ്ചയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൂടുതൽ നേരത്തെ ഈ സീരിയലിലെ വിശേഷങ്ങൾ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക.